പിറക്കുവാൻ ഉണ്ണി നീ വായു. ബേഥലേം മഞ്ഞള പോലെ ശാന്തിയും സൗഖ്യവും തായു. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ക്രിസ്മസിൻ്റെ മധുര രാത്രിയിൽ സുഭാഷിതങ്ങൾ 22:11 ഹൃദയ നൈർമല്യത്തെ സ്നേഹിക്കുകയും മധുരമായി സംസാരിക്കുകയും ചെയ്യുന്നവൻ രാജാവിൻ്റെ പോലും മിത്രമാകും. ആദ്യം നമ്മുടെ കുറവുകളുടെ നടുവിൽ ഹൃദയ നൈർമല്യത്തെ നാം സ്നേഹിക്കണം. ജീവിതത്തിൽ ഒരുപാട് പാടുപീടുകളിലൂടെ കടന്നു വന്ന ആളായിരിക്കും നീ. പക്ഷെ എന്നാലും എനിക്ക് ഹൃദയ നൈർമല്യം തരണേ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കണം. ഹൃദയ നൈർമല്യത്തെ സ്നേഹിക്കുകയും ആരെയും മുറിപ്പെടുത്താതിരിക്കുകയും ചെയ്താൽ, മധുരമായി സംസാരിക്കുകയും ചെയ്താൽ, നിന്റെ വാക്കിന് വാക്കത്തിയുടെ മൂർച്ചയില്ലാതെ സൂക്ഷിച്ചാൽ, നിന്റെ ഓർമ്മകളുടെയും ജീവിതത്തിൻ്റെയും കുറവുകളുടെയും നടുവിൽ ഹൃദയ നൈർമല്യത്തെ കൊതിച്ച് കാത്തിരുന്നാൽ, ഇത് രണ്ടുമുണ്ടെങ്കിൽ നീ രാജാവിൻ്റെ പോലും ഉന്നതനായ സ്വർഗരാജാവിൻ്റെ സ്നേഹിതനായി മാറും. മറ്റൊന്നും ഓർത്ത് കരയണ്ട. ഒരുപാട് കരഞ്ഞവരല്ലേ, ഒരുപാട് അവഗണിക്കപ്പെട്ടവരല്ലേ, എത്രയോ വർഷം കരഞ്ഞവരാ. ഹൃദയ നൈർമല്യത്തെ സ്നേഹിച്ചാൽ, അത് നമുക്കിപ്പോൾ കാണണമെന്നില്ല, കർത്താവ് നൽകുന്ന ഹൃദയ നൈർമല്യത്തെ കൊതിച്ചാൽ, മധുരമായി ആരെയും മുറിപ്പെടുത്താതെ സംസാരിച്ചാൽ, നമ്മളെ രക്ഷകരാജാവിൻ്റെ സ്നേഹിതരായി മാറും. അത് നമുക്ക് കഴിയട്ടെ. ആമേൻ. ആമേൻ. ആമേൻ.